നമസ്കാരം, ഞാൻ സജിൻ റിജി. സജിനീകൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം എൻ്റെ കൂട്ടുകാരെ, നിങ്ങളോടൊക്കെ ചൂടുണ്ടോ? ഇവിടെ അതിഭയങ്കരമായ ചൂടാണ്. എനിക്ക് തന്നെയാണ് വിയർത്തൊലിക്കുന്നുണ്ടോ? അയ്യോ, സഹിക്കാൻ മേല ചൂടും കൊണ്ട് കേട്ടോ. അപ്പം വരയ്ക്കകത്തൊന്നും ഇരിക്കാൻ പോലും വയ്യ. അതുപോലെ തന്നെ എന്നും വയ്യാറാകുമ്പോഴത്തേക്കും നല്ല മഴക്കാറുണ്ട്, മഴയും പെയ്യുന്നില്ല. നിങ്ങളോടൊക്കെ മഴ പെയ്തോ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, വീട്ടിലുള്ള 4 ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ വീടിന് ചുറ്റുപാടുമുള്ള പുല്ലുകളെ നമുക്ക് എങ്ങനെ നശിപ്പിച്ച് കളയാമെന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ മിറ്റിലിട്ടേക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കിളിച്ച് വന്നിട്ടുള്ള പുല്ലുകളാണ്. ഇത് കുറച്ചൊക്കെ പറിച്ചു കളഞ്ഞ് പിന്നെയും കിളുത്ത് വരികയാണ്. നോക്കി, ഇത് നമുക്ക് കുത്തിയിരുന്ന പ്രായമുള്ളവർക്കൊക്കെ പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്പ്രേ അടിച്ചു കൊടുത്താൽ നമുക്ക് വളരെയധികം ഉപകാരം ചെയ്യും. നമുക്ക് കുനിഞ്ഞിരിക്കേണ്ട, മുട്ടിന് വേദന എടുക്കത്തില്ല. സൈഡിലുള്ള കൊച്ചു പുല്ലുകൾ കണ്ടില്ലേ? അപ്പം ഇതിനെല്ലാം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് ഈ പുല്ലുകളെ നമുക്ക് വളരെ വേഗത്തിൽ ഒരു 20 മിനിറ്റ് മതി നമ്മുടെ ഈ പുല്ലുകളെല്ലാം ഉണങ്ങി കരിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ചെറിയൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ബിരിയാണി വാങ്ങിച്ച ഒരു ബക്കറ്റാണ്. അപ്പോഴേ ചില ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഇടാറില്ല. മക്കൾക്കൊക്കെ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരാണ് ഈ വീഡിയോ ഒക്കെ പിടിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിക്കുന്നതും കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണുകയൊക്കെ ചെയ്യണേ. നമ്മൾ പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ചെറിയൊരു കപ്പ് നമ്മുടെ ഉപ്പുപൊടി, കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ കൈവശം കല്ലുപ്പില്ല, അതിന് ഉപ്പുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നു. ഇത് അലിയിപ്പിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇളക്കി കൊടുക്കാം. ചെറിയൊരു തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഉപ്പ് നല്ലതുപോലെ ഈ വെള്ളത്തിലാണെങ്കിൽ അലിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഉപ്പെല്ലാം നല്ലതുപോലെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് പൗഡർ നമുക്കിട്ട് കൊടുക്കാം. ഡിഷ് വാഷ് ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന നോക്കിയാൽ ഞാനിത് ഒരു കുപ്പിക്കകത്താക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കത് തുറന്ന് ഒരു സ്പൂണ്, ഇത്രയും ഒരു സ്പൂണ് ഡിറ്റർജൻറ്റ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് അലിയിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ സിന്തറ്റിക് വിനെഗറാണ്, വിനാഗിരി. അപ്പം ഇതോടെ നമുക്കൊരു ഒഴിച്ചു കൊടുക്കാം. ഒരു കാക്കപ്പ് ഒഴിച്ചു കൊടുക്കാമേ. ഇതിൻ്റെ ഇത്രയും എടുത്തിട്ടുണ്ട്. ഞാൻ കാക്കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഹാർപ്പിക്കാണ് കേട്ടോ. ഹാർപ്പിക്കൂടെ ഒഴിച്ചു കൊടുത്തു. കുറച്ചുകൂടെ നമുക്കിത് നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതങ്ങ് പതിഞ്ഞ് പൊങ്ങി വന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ അലിഞ്ഞ് മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി വന്നിരുന്നു അതിപ്പോൾ എല്ലാം അങ്ങ് താന്നു പോയി കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമുക്ക് സ്പ്രേയറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ല പ്രഷറാക്കി കൊടുക്കണേ. അപ്പം നമുക്കിനി നമ്മുടെ പുല്ലിനൊക്കെ പുല്ലിനെല്ലാം നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ പുല്ലിലെല്ലാം അടിച്ചു കൊടുക്കുക.
നോക്കിയാൽ നമ്മുടെ പുല്ലിനെല്ലാം നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ഒരു 20 മിനിറ്റ് മതി, നമ്മുടെ ഈ പുല്ലെല്ലാം നല്ലതുപോലെ കരിഞ്ഞു പൊക്കോളും. നോക്കിയാൽ നമുക്ക് കുത്തിയിരുന്ന് പറിക്കുകയും വേണ്ട, നമ്മുടെ കാലിനോ മുട്ടിനോ ഒന്നും വേദനയാണെന്നുള്ള വിചാരിച്ച് നമ്മൾ പുല്ല് പറിക്കാതിരിക്കും. അപ്പോൾ നോക്കിയേ, ഇത് നമ്മുടെ വീട്ടിലുള്ള ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് പുല്ലുകൾ ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.